ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ അപ്പച്ചൻ്റെ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പച്ചന് 2 അനിയന്മാരും 3 പെങ്ങന്മാരാണ് ഉള്ളത്. അവരും അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത്, എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 5 മണിയോട് കൂടി തന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 8-9 മണിയോട് അടുത്ത് ഒരു ഹൈ റേഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം കുറുമക്കറിയാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്. അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു. വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ച് നേരം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കാണാനായിട്ടാണ് ഇറങ്ങിയത്. വളരെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര തലവേദന, ഫോൺ നോക്കാനൊന്നും എടുക്കാറില്ല. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് എക്കോ പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചു. കറികളായിട്ട് മീൻ വറ്റിച്ചതും മോര് കാച്ചിയതും പോത്തും കായും ഇട്ട് വെച്ചത്, ഇത്രയും കറികളാണ് ഉണ്ടാക്കിയത്. പിന്നെ പോത്ത് വരട്ടിയതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ടോപ്പ് പോയിൻറ്റിലാണ് കേട്ടോ വന്നത്. അവിടെ കുറച്ച് നേരം മുകളിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകുന്നത് വട്ടവടയിലേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ പോയ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. മഴയുമില്ല, എന്നാൽ വെയിലുമില്ല. തണവ് ഒരു മീഡിയം ലെവലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വട്ടവട ബോർഡർ കടന്നു കേട്ടോ. അതിൻ്റെയാണ് ഈ മരങ്ങൾ, നിറച്ച് മരങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി നമ്മൾ നേരിട്ട് റൂമിലേക്കാണ് പോകുന്നത്. ഇത് റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇതാണ് വീട് ഫുള്ളായിട്ട് ഞങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 5 റൂം അങ്ങോട്ട് ഉണ്ട്. അതിൽ 3 വലിയ ഒരു 3 കട്ടിലും 2 കട്ടിലൊക്കെ ഇടാൻ പറ്റിയ റൂമായിരുന്നു. എല്ലാ റൂമും കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചാർജ് തീരില്ലായിരുന്നു. ചെന്ന വഴിക്ക് ചാർജിലിട്ടിട്ട് ഞങ്ങൾ അടുക്കളയിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടാണ്. വൈകുന്നേരത്തേക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വറുത്ത് കൊണ്ടുവന്നുണ്ട്. ഇനി അത് ഒന്ന് ഗ്രേവിയാക്കി എടുക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവരും കൃത്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യണേ.
ഇവിടെ പേപ്പറിൻ്റെ മോളാണ്. അവിടെ ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കുകയാണ്. ഇത് പേപ്പൻ മേമ അങ്ങനെ. ഇത് കൊച്ചച്ഛൻ. അങ്ങനെ ഞങ്ങളിവിടെ സബോള നുറുക്കൽ, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ മുറിച്ച് വെച്ചു. അങ്ങനെ ഓരോരോ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീയാണ് ഇത് അരിയണത് കേട്ടോ, സബോള മുഴുവൻ. കത്തി അന്വേഷിച്ച് നടക്കുന്ന സന്ധ്യാമ്മ. അവർക്ക് അവിടെ സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കിയ വൈനാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി വൈൻ തന്നായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും കുറേശ്ശെ കുടിച്ചു. അങ്ങനെ പണികളെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ക്യാമ്പ് ഫയർ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്നു. കുറച്ച് നേരം പാട്ടും ഡാൻസും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഈ സമയത്തൊക്കെ നല്ല തണവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങി. ഇത് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, തിക്കും തിരക്കൊക്കെ ആയിരുന്നു. രാവിലെ ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറി ഞങ്ങൾ ഉണ്ടാക്കി ചപ്പാത്തി മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആയത്. ഫ്രണ്ടിൽ നല്ല സുഖം കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ വട്ടവടയില് ഏറ്റവും ടോപ്പിലാണ് ഇത്. എന്തായാലും നന്ദിയല്ല കുറച്ചേരം കളിക്കട്ടെ.
അതെ ഫ്രീ ആയിട്ടാ അതല്ല അത് കുടിച്ചിട്ടുണ്ടാവോ ആരെങ്കിലും അപ്പം പറിക്കുന്നത് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്ക് ട്രക്കിങ്ങിന് 5 സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ കൊണ്ടുപോയത്. 2 വ്യൂ പോയിന്റ് കണ്ടു, പിന്നെ സ്ട്രോബെറി തോട്ടം, ക്യാരറ്റിൻ്റെ തോട്ടം, ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 1 കിലോ ക്യാരറ്റ് 50 രൂപയ്ക്കായിട്ട് നമുക്ക് തന്നെ പറിച്ചെടുക്കാം. അങ്ങനെയായിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.